എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോട്ട് സ്റ്റോപ്പ് എന്ന സ്വന്തം പുണ്യാളൻ, സംഭവം അധ്യായം 1 എന്നീ സിനിമകളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സംഭവം അധ്യായം 1 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ത്രില്ലർ ടൈം ലൂപ്പ് സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യും. ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു അസാധാരണ സംഭവമാണ് കഥയുടെ കേന്ദ്രമായി വരുന്നത്. ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ടൈം ലൂപ്പാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ടോസ്റ്റർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഹിന്ദി സിനിമയാണ്, കോമഡി ഡ്രാമ സിനിമയാണ് ടോസ്റ്റർ. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTTയും റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സിനിമ ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്ന കഥയാണ് പറയുന്നത്. ഒരു ചെറിയ സംഭവം വലിയ പ്രശ്നമായി മാറുന്നു. കുടുംബത്തിലെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 15 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് യുഫോറിയ സീസൺ 3 എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ടീൻ ഡ്രാമ, റൊമാൻസ്, സൈക്കോളജിക്കൽ എന്നിവയാണ് ഈ ഒരു സീരീസിന്റെ പ്രത്യേകത. യുഫോറിയ സീസൺ 3യിൽ ഒരു യുവജനങ്ങളുടെ ജീവിതവും അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസുമാണ്, ഇമോഷൻസ്, റിലേഷൻഷിപ്പ് എന്നിവയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് യുഫോറിയ സീസൺ 3ന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഉസ്താദ് ഭഗത് സിംഗ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തെലുങ്ക് സിനിമയാണ്. ഉസ്താദ് ഭഗത് സിംഗ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. പവൻ കല്യാൺ, ശ്രീലീല എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോഴിതാ ഏപ്രിൽ 16 നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അസി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്, കോർട്ട് റൂം ഡ്രാമയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT വിറ്റുപോയിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ഈ സിനിമയിൽ കോടതി കേസുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ് പറഞ്ഞു പോകുന്നത്. C5ൽ ഏപ്രിൽ 17 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദോ ദിവാന ഷെഹർ മെയിൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരു നഗരത്തിൽ 2 പേർ പരിചിതരാകുന്നു. അവർക്കിടയിലെ ഫ്രണ്ട്ഷിപ്പും അത് പിന്നെ ലവ് ആയി മാറുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 17 തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മദ്ക കിങ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ക്രൈം ഡ്രാമയാണ്. ആമസോൺ പ്രൈം ആണ് മദ്ക കിങ്ങിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മദ്ക കിങ് ഒരു റിവറൽ ഗാങ് പോലീസ് ഓഫീസറുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഏപ്രിൽ 17 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.